സ്റ്റേഡിയം, അയ്യപ്പൻമുടി ടൂറിസം പദ്ധതി, ബസ് സ്റ്റാൻഡ്, ഷോപ്പിംഗ് കോംപ്ലക്സ് പുനർനിർമ്മാണം തുടങ്ങി വിവിധ പദ്ധതികൾ നടപ്പാക്കാൻ കോതമംഗലം മുനിസിപ്പാലിറ്റി ആലോചിക്കുന്നു. ഇതുൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ മുനിസിപ്പാലിറ്റിയുടെ വികസന സെമിനാർ ചർച്ച ചെയ്തു. കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. വിവിധ പദ്ധതികളെക്കുറിച്ച് സെമിനാർ ചർച്ച ചെയ്തു. സ്റ്റേഡിയം നിർമ്മാണം, അയ്യപ്പൻമുടി ടൂറിസം പദ്ധതി എന്നിവ സെമിനാറിൽ ചർച്ചയായി. ബസ് സ്റ്റാൻഡിനോടനുബന്ധിച്ചുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് പുനർനിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയെക്കുറിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട്. സെമിനാർ ചെയർപേഴ്സൺ ഭാനുമതി രാജു ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി അധ്യക്ഷത വഹിച്ചു. ആബിദ, PR അജി, സിന്ധു ജിജോ, ജോർജ് അമ്പാട്ട്, ഡോക്ടർ ആഷ്ലി ജോസഫ്, CPS ബാലൻ എന്നിവർ പ്രസംഗിച്ചു. എല്ലാ മേഖലയിലും നല്ല രീതിയിൽ തന്നെ കുടിവെള്ളത്തിന്റെ മേഖലയിലാണെങ്കിലും കുടിവെള്ളമാണെങ്കിലും ഏറ്റവും അത്യാവശ്യമുള്ള, ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ കുടിവെള്ള പദ്ധതികളും പല രീതിയിൽ തുടങ്ങുന്നതിനും നടന്നുകൊണ്ടിരിക്കുന്ന കുടിവെള്ള പദ്ധതികൾ വളരെ നല്ല രീതിയിൽ അവസാനിപ്പിക്കുന്നതിനും ഒക്കെയുള്ള ശ്രമങ്ങൾ ഈ ഭരണസമിതി അതിനെല്ലാം മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും വീട് മെയിൻ്റനൻസിൻ്റെ കാര്യം പറഞ്ഞു, കുടിവെള്ളം പറഞ്ഞു, അതുപോലെ തന്നെ മറ്റുള്ള പാവപ്പെട്ട അശരണരായ എല്ലാവർക്കും എല്ലാവിധ സൗകര്യങ്ങളും മുച്ചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ വരുന്ന എല്ലാവർക്കും മുച്ചക്ര വാഹനങ്ങൾ കൊടുക്കാൻ പാടുള്ള പദ്ധതിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഒരാളൊരു മുച്ചക്ര വാഹനത്തിന് അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ അതിന് വേറെ യാതൊരു തടസ്സവുമില്ലാതെ അത് പാസ്സാക്കി കൊടുക്കുന്നതിനുള്ള പദ്ധതികൾ രൂപീകരിക്കുന്നുണ്ട്. അങ്ങനെ പുതിയ ഭരണസമിതി നല്ല രീതിയിൽ പദ്ധതി രൂപീകരിക്കുകയും എല്ലാവരുടെയും നമ്മുടെ കോതമംഗലം നഗരസഭയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമായിട്ടാണ് ഇപ്പോഴത്തെ ഭരണസമിതി മുന്നിൽ നിൽക്കുന്നത്. അനൂപ് ജോർജ് സ്വാഗതവും C. ശ്രീജിത്ത് കൃതജ്ഞതയും പറഞ്ഞു. GTV ന്യൂസ്, കോതമംഗലം.